ജോൺസൺ മാസ്റ്ററെ നമ്മളോടൊപ്പം ഇപ്പോൾ ഓർക്കുകയാണ് ഗായകനും സംഗീത സംവിധായകനുമായ നടേശ് ശങ്കർ. ജോൺസേട്ടനൊരു ദിവസം അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ അദ്ദേഹം തന്നെ ഇതിൻ്റെ പാട്ട് പാടാറ്. ട്രാക്ക് പാടാൻ ആരെയും വിളിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പോൾ അദ്ദേഹം തന്നെ കയറി പാടുന്ന ഒരു രീതിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ തൊണ്ടയ്ക്ക് സുഖമില്ലാതെ ഒരു പാട്ടുകാരൻ അന്വേഷിച്ച് രാജാമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആരെ കൊണ്ടത്ര മണി പാടിക്കാതെ. അങ്ങനെ രാജാമേട്ടൻ എന്നെ പരിചയപ്പെടുത്തി ജോൺസേട്ടനെ. അങ്ങനെ ജോൺസേട്ടൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് എന്നും നന്മകൾ എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടം, സത്യാനന്ദിക്കാരൻ്റെ പടം താരാഗണങ്ങൾക്ക് താഴെ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോൺസേട്ടൻ്റെ പാടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അത് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ എന്നെ വിളിക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്ത് റെക്കോർഡിങ്ങിന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവേന്ദ്രൻ എന്ന് പറയുന്ന തമിഴിലൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ച് പ്രസാദ് ലാബ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഈ പാട്ട് പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് പഠിച്ച് അരമണിക്കൂറിനുള്ളിൽ റെക്കോർഡിങ്ങും കഴിഞ്ഞു, പാട്ട് പഠനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ജോൺസേട്ടൻ പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും പിന്നെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരയ്ക്കുള്ള ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ റെക്കോർഡിങ്ങുകൾക്കും പാടുമ്പോൾ മധുരം ചെയ്യാൻ പ്രതിബന്ധു, മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം നിറഞ്ഞു, താരാഗണങ്ങൾക്ക് താഴെ, സ്നേഹാർത്ഥ സന്ധിക്ക് മീത്, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുണ്ട്. അതേ പാതിര പാൽക്കടല്, അങ്ങനെ എണ്ണിയാ തീരില്ല എത്രയധികം പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ജോൺസേട്ടൻ്റെ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മിൻമി ചേച്ചി വളരെ നന്ദി. വന്നതിന് നിഷാദ് ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സത്യൻ സാറ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ടെലിവിഷൻ പരിപാടികളിലൊരു സാന്നിധ്യമേ അല്ല, വല്ലപ്പോഴും മാത്രം അത്ര സെലക്റ്റീവായി ചില സിനിമയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ സന്നിഹിതനാകാത്ത ഒരാളാണ്. ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ ഒരു എപ്പിസോഡാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൽ വരാമെന്നേറ്റു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. റാണി ആൻറ്റി ഒരുപക്ഷെ ടെലിവിഷൻ പ്രേക്ഷകരെ അധികം കണ്ടിട്ടേ ഉണ്ടാവില്ല. ആദ്യം ഒരു അർദ്ധസമ്മതവും പിന്നീട് പൂർണ്ണസമ്മതവും നൽകി ഈ പരിപാടിയിലേക്ക് റാണി ആൻറ്റിയും വന്നു. ഒരാരാധകർ എന്ന നിലയിലോ ആസ്വാദകർ എന്ന നിലയിലോ ഒക്കെ നമ്മൾ മലയാളികളായിട്ടാണ് ജനിച്ചിട്ടുള്ളതെങ്കിലും ജോൺസൺ മാസ്റ്ററിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്നോ ഒക്കെ ഒളിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ്. എവിടെയെങ്കിലുമൊക്കെ പാട്ടായിട്ട് വരും, നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കും. നമ്മളെ സംബന്ധിച്ച് അവരെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആരാധകരാണ്, ആസ്വാദകരാണ്. എന്നാൽ സത്യൻ സാറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റാണി ആൻറ്റിയെ പോലെ സ്വന്തമായുള്ളവർക്ക് അത് ഓർക്കേണ്ടതില്ല. അവർ മറക്കാത്ത കാര്യങ്ങളാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരത്തിലുള്ള ഓർമ്മകളിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാതെ ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പര ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നന്ദി. നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോൺസൺ മാസ്റ്ററുടെ പ്രിയ പത്നി റാണി ആൻറ്റിക്ക് ബഹുമാനപ്പെട്ട സത്യനന്ദിക്കാട് സാർ അമൃത TV വകയായുള്ള ഉപഹാരം സമർപ്പിക്കുന്നു.